ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, ഓറഞ്ച് അല്ല കേട്ടോ വേണ്ടത്, ഓറഞ്ചിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ മീനും ഇറച്ചൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകാൻ ഉപയോഗിച്ച പാത്രം, അതുപോലെ തന്നെ സിങ്കൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ചെറിയൊരു ഉളുമ്പ് മണം വരും. അതായത് മീൻ മണമൊക്കെ വരില്ല, അതൊക്കെ പോയി കിട്ടാനായിട്ട് ഒരു ലിക്വിഡാണ് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ 3 വലിയ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തൊലി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. ഇനി ഈ ഒരു തൊലി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും കൂട്ടാൻ പാടില്ല കേട്ടോ, ഒട്ടും വെള്ളം ഒഴിക്കാതെ നമ്മൾ മിക്സിയുടെ പൊടിക്കണ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതി. അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ, ഒന്നും ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് കൂടെ ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി നികക്കെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. ഒരു ദിവസത്തിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടത് ഇപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുക്കുക. ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിൻ്റെ അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് വേസ്റ്റിലേക്ക് ഇടാം. അതിൻ്റെ ആ ഒരു ലിക്വിഡ് മാത്രമേ ഇനി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ ഞാനൊരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യണ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ സുഖം. അതാണ് നമുക്കിങ്ങനെ ആ ഒരു സിങ്കിലും അതുപോലെ തന്നെ പാത്രത്തിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കഴുകിയാൽ പെട്ടെന്ന് ആ ഒരു ഉളുമ്പ് മണമൊക്കെ മാറിക്കിട്ടും. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബോട്ടിലില്ലാത്തതുകൊണ്ടാണ് ഇതുപോലൊരു ബോട്ടിൽ ഒഴിച്ച് വെച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടിപ്സൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.